ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായ സെറ്റ് എയിലെ 4ാമത്തെ പാർട്ടാണ്. അതായത് സെക്ഷൻ ഡി ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെക്ഷൻ ഡിയിൽ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. 17, 18, 19. 19ാമത്തെ ചോദ്യം ഓർ ക്വസ്റ്റ്യൻ ആണ്. എ ഓർ ബി ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 17ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 6 centimeters ലോങ്ങർ ദാൻ ദ അതർ ആൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 56 square centimeters. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ റൈറ്റ് ദീസ് ഇൻഫർമേഷൻ ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്. അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒരെണ്ണം രണ്ടാമത്തേതിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 56 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഒന്നാമത്തെ ചോദ്യം: ഈ വിവരങ്ങൾ രണ്ടാം കൃതി സമവാക്യമായി എഴുതുക. രണ്ടാമത്തത് ചെറിയ വശത്തിൻ്റെ നീളം കണക്കാക്കുക. ഇവിടെ ചോദ്യത്തിൽ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു വശത്തിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, മറ്റേ വശം x+6 6 സെൻറ്റിമീറ്റർ കൂടുതലാണ് അല്ലേ. അപ്പോൾ കൂടുതലാകുമ്പം ആ x+6 അല്ലേ വലുത്. അപ്പോൾ x+6 വലിയ സൈഡും എക്സ് ചെറിയ സൈഡും ലംബങ്ങളായിട്ട് വരുന്ന പെർപെൻഡിക്കുലറായിട്ട് വരുന്ന 2 സൈഡ്സിൻ്റെ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് എക്സും ലെങ്ത് ഓഫ് ദി ലോങ്ങർ സൈഡ് x+6 ആണ്. ഇനി നമുക്കറിയാം ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് പാദം ഗുണം ഹൈറ്റ് ലംബം അല്ലേ. അപ്പം നമുക്കറിയാമല്ലോ, ബേസ് ആയിട്ടാണ് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത്, ബി ആയിട്ടാണ് എക്സ് എടുത്തിരിക്കുന്നത്, ഹൈറ്റ് ആയിട്ടാണ് x+6 എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു x+6 എന്ന് എഴുതാമല്ലോ. ഇനി പരപ്പളവ് അഥവാ ഏരിയ 56 ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഹാഫ് എക്സ് ഇൻറ്റു x+6 ഈക്വൽ ടു 56 എന്ന് എഴുതാമല്ലോ അല്ലേ. ഇനി ഈ രണ്ടിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഡിവിഷനാണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ എക്സ് ഇൻറ്റു x+6 ഈക്വൽ ടു 56 ഇൻറ്റു 2 എന്ന് എഴുതാമല്ലോ. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 അപ്പോൾ പ്ലസ് 6x ഈക്വൽ ടു 112 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമവാക്യം ഉണ്ടാക്കണം. അത് ഇപ്പുറത്തോട്ട് ഈക്വൽ ടു 112നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈക്വൽ ടു 0 ഇട്ടാൽ മതി, അല്ല ഇത്ര എഴുതിയാലും മതി. അപ്പോൾ x² പ്ലസ് 6x മൈനസ് 112 ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ല ഇത്ര എഴുതിയാലും മതി. സ്റ്റാൻഡേർഡ് ഫോമാണ് ഇത്. ഇനി ചെറിയ വശത്തിൻ്റെ നീളം ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണല്ലോ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, രണ്ടാം കൃതി സമവാക്യമാണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ചിട്ട് x² പ്ലസ് 6x. ഇനി 6xൻ്റെ കൂടെ എത്ര കൂട്ടണം നമുക്ക്? 6ൻ്റെ പകുതി 3, 3യുടെ സ്ക്വയർ 9 കൂട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയാൽ അതിനെ റൈറ്റ് സൈഡിലും കൂട്ടണമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ് x+3 ഹോൾ സ്ക്വയറാണ് ഈക്വൽ ടു ഈ 112 9 കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 121 വന്നു. ആ 121 എന്ന് പറയുന്ന 11ൻ്റെ സ്ക്വയറാണ്. അല്ലെങ്കിൽ x+3 ഈക്വൽ ടു 11 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ x ഈക്വൽ ടു 11 മൈനസ് 3 ഈക്വൽ ടു 8 എന്ന് കിട്ടിയല്ലോ, 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. നീളം കുറഞ്ഞ വശത്തിൻ്റെ നീളം സമം 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇനി 18ാമത്തെ ചോദ്യത്തിൽ കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. ഇവിടെ 2 സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സീക്വൻസ് 5, 8, 11, രണ്ടാമത്തെ സീക്വൻസ് 4, 7, 10 എക്സെട്ര. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ: വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ബൈ 3. രണ്ടാമത്തെ: വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദി സെക്കൻഡ് സീക്വൻസ് ബൈ 3. മൂന്നാമത്തെ: പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദി ഫസ്റ്റ് സീക്വൻസ് ഈസ് എ ടേം ഓഫ് ദി സെക്കൻഡ് സീക്വൻസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികൾ നോക്കുക. ശ്രേണി 1
ശ്രേണി ഇതാണ് 5, 8, 11 എക്സെട്ര. രണ്ടാമത്തെ ശ്രേണി 4, 7, 10 എക്സെട്ര. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെ എല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. ഹരിക്കുമ്പോൾ മിച്ചം 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയല്ലോ. ഇവിടെ രണ്ടാമത്തെ സീക്വൻസ്, രണ്ടാമത്തെ ശ്രേണി തന്നിരിക്കുന്നത് 4, 7, 10 എക്സെട്ര. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം എത്ര എന്നാണ്. അപ്പോൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം 1 വന്നു. ഏത് ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് സീക്വൻസിലെ ഓരോ ടേംസിൻ്റെയും സ്ക്വയർ എടുക്കുക. ആദ്യത്തെ ശ്രേണിയിലെ ഓരോ പദങ്ങളുടെയും വർഗം കാണുക. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് എങ്ങനെ വരും? വർഗം എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, 8 സ്ക്വയർ, 11 സ്ക്വയർ എക്സെട്ര അല്ലേ. അതിൽ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, 64, 11 സ്ക്വയർ 121 അങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോം നമുക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ എക്സ് എൻ, ഒന്നാമത്തെ സീക്വൻസ്, ഒന്നാമത്തെ ശ്രേണിയിലെ എക്സ് എൻ എന്താണ്? എക്സ് എൻ എങ്ങനെ കാണാം? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കിക്ക് 8 ന്ന് 5 പോകുമ്പോൾ 3 ആണ്. 3ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ്? മിച്ചമല്ല ഇത്. ആ 2 കൂട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ വർഗമല്ലേ ഈ ഓരോ ടേമും. അപ്പോൾ ഇവിടുത്തെ ഓരോ പദത്തിൻ്റെയും ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് എൻ സ്ക്വയർ അല്ലേ. അതായത് 3n + 2ൻ്റെ സ്ക്വയർ അല്ലേ. 3n + 2ൻ്റെ വർഗം. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കറിയാം അല്ലേ. 3ൻ്റെ സ്ക്വയർ 9, 9n സ്ക്വയർ പ്ലസ് ഇത് 3 കൂടെ ഗുണിക്കുക. 2 × 2 4, 4 × 3 12n പ്ലസ് 2ൻ്റെ സ്ക്വയർ 4. നമുക്കിവിടെ ഇതിനെ നോക്കിക്കുക, 3ൻ്റെ ഗുണിതത്തിൻ്റെ കൂടെ 2 കൂട്ടി അല്ലേ. അപ്പോൾ നമുക്കിവിടെയും അതുപോലെ ഒരു രീതിയിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലേ. അതായത് 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് ഈ 4നെ 3ഉം 1ഉം ആക്കി മുറിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിൽ 3 പൊതുവായിട്ടുണ്ടല്ലോ. അപ്പോൾ 3 × 3 കോമൺ ആണ് അല്ലേ. 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. പ്ലസ് 1 അതേപോലെ മാറ്റി എഴുതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമല്ലേ. അപ്പോൾ 3n, അതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ n എന്ന് കൊടുക്കുകയാണ്. 3n പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 കൂട്ടി അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 കൂട്ടുക. ഇനി ഇതിൻ്റെ ജനറൽ ഫോം നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ജനറൽ ഫോം എക്സ് എൻ ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്ര? പൊതുവ്യത്യാസം 7 ൽ 4 പോകുമ്പോൾ 3, 3n കൂടെ മിച്ചം എത്രയാണ്? 1 കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ dn + f - d ഇട്ട് ചെയ്താലും ഇതേ ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? എന്നാം പദം എന്ന് പറയുന്നത് 3ൻ്റെ ഒരു ഗുണിതത്തിൻ്റെ കൂടെ 1 കൂട്ടിയതാണ്. ആ ഒരു ഫോമാറ്റിലല്ല ഇത് കിടക്കുന്ന. 3ൻ്റെ ഒരു ഗുണിതത്തിൻ്റെ കൂടെ 1 കൂട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഓരോ പദവും ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ. അതായത് ഈ ഒന്നാമത്തെ സീക്വൻസിലെ ഓരോ പദങ്ങളുടെയും വർഗം രണ്ടാമത്തെ സീക്വൻസിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് സീക്വൻസിലെ ഓരോ ടേംസിൻ്റെയും സ്ക്വയർ സെക്കൻഡ് സീക്വൻസിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? therefore the square of each term of first sequence is a term in the second sequence. അതായത് ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണ്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം ചെയ്യാം. 19ാമത്തെ ചോദ്യങ്ങളിൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ എ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2n സ്ക്വയർ പ്ലസ് 3n. വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ്? രണ്ടാമത്തെ പാർട്ട്, ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 324.
അതായത് ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² + 3n ആണ്. അതിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് അതിൽ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 324? 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സീക്വൻസ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മാണ് തന്നിരിക്കുന്നത് 2n² + 3n അല്ലേ. അപ്പോൾ സമ്മിന് SN എന്ന് കൊടുക്കാം. അതിന് 2n² + 3n ആണെങ്കിൽ ഒന്നാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എത്രയാണ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് നമ്മൾ SN എന്ന് കൊടുക്കുന്നത്. അപ്പോൾ S5 ആണ് നമുക്ക് കാണേണ്ടത് 5 പദങ്ങളുടെ ആകുമ്പോൾ. അപ്പോൾ n എവിടെയുണ്ടോ അവിടെ 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 × 5² + 3 × 5. ഇവിടെ ഗുണിക്കാനും കൂട്ടാനും ഉണ്ട്. നമ്മൾ ബോഡ്മാസ് റൂൾ അനുസരിച്ചേ ചെയ്യാവുള്ളൂ. അതായത് പദങ്ങൾ ഇത് ആദ്യം ചെയ്യുക, പ്ലസ് അവിടെ വെക്കുക, അപ്പുറത്തെ ഇപ്പുറത്തെ ചെയ്യുക. 5² 25 × 5 50 ആണ്. 5 3s are 15 ആണ്. അപ്പോൾ 65 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ S5 എന്ന് പറയുന്നത് 65, ആദ്യത്തെ 5 പദങ്ങളുടെ തുക. സം ഓഫ് ദി 5 ടേംസ്, ഫസ്റ്റ് 5 ടേംസ് ഈസ് 65. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 324 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പദങ്ങളുടെ തുകയാണ് നമുക്ക് അറിയത്തില്ല അല്ലേ. അതായത് പദങ്ങളുടെ തുകയ്ക്കാണല്ലോ 2n² + 3n, സം ഓഫ് ദി സീക്വൻസ് ആണല്ലോ. അപ്പോൾ 2n² + 3n ആണ് തന്നിരിക്കുന്നത് 324. അപ്പോൾ ഇതൊരു രണ്ടാകൃതി സമവാക്യമായിട്ട് നമുക്ക് എഴുതുമ്പോൾ 2n² + 3n - 324 = 0 എന്ന് കൊടുക്കാമല്ലോ. ഇവിടെ n² കൂടെയുള്ളത് a = 2, n-ൻ്റെ കൂടെയുള്ളത് b = 3, ഒറ്റയ്ക്കുള്ള c = -324. നമുക്ക് സമവാക്യം അറിയാമല്ലോ അല്ലേ. ഇത് എന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്, n എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ n = -b ± √b² - 4ac / 2a. ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക, മൈനസ് ഇടുക. b 3 ആണ്, ± √9 3² 9 -4 × a2 × -324 / 2 × 2. അപ്പോൾ -3 ± √9. ഈ 2 നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷനിൽ വന്നപ്പോൾ അത് പോസിറ്റീവായി. 4 2s are 8, 8 × 324 2592 എന്ന് വരും, /4. അപ്പം -3 ± ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2601 വന്നു, /4. ഇനി 2601-നെ നമുക്ക് സ്ക്വയർ റൂട്ട് കാണണം, വർഗ്ഗമൂലം കാണണം. അതിന് ഒന്നുകിൽ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വർഗ്ഗമൂലം കാണുന്ന രീതി, ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 8 × 3 24 മിച്ചം 2, 20-നകത്ത് 3 6 പ്രാവശ്യം, 18 മിച്ചം 2, 21-നകത്ത് 3 7 പ്രാവശ്യം. വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കാമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3-ൻ്റെ ടേബിളിലുണ്ട്, അതുകൊണ്ടാണ് 3 എടുത്തത്. അപ്പോൾ 3-നകത്ത് 8 2 പ്രാവശ്യം, മിച്ചം 2, 26-നകത്ത് 8 പ്രാവശ്യം, അപ്പോൾ 24 മിച്ചം 2, 27-നകത്ത് 3 9 പ്രാവശ്യം. ഇനി 289 അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതായത് 17-ൻ്റെ സ്ക്വയറാണ് 289. അപ്പോൾ 2 പ്രാവശ്യം ഒരേ നമ്പർ വീതം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് എടുക്കുമ്പോൾ 3 × 17, 3 × 17 എന്ന് പറയുന്നത് 7 × 3 21, മിച്ചം 2, 3 × 1 3 2 5, 51 കിട്ടിയല്ലോ. അപ്പം -3 ± 51/4 എന്ന് വന്നു. ഇനി -3 + 51 എത്ര വരും? ഇത് രണ്ടാക്കണമല്ലോ. -3 + 51 എന്ന് പറയുന്നത് 48/4. ഇനി -3 -
അത് രണ്ടും നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നെഗറ്റീവാണ്. എൻ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവും. എൻ എന്ന് പറയുന്നത് എണ്ണമാണ്. എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അപ്പം നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ 48/4 മാത്രം എടുത്താൽ മതി. 48/4 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എന്നിൻ്റെ ആൻസർ എത്ര കിട്ടി? n = 12. അല്ലെങ്കിൽ ആദ്യത്തെ 12 പദങ്ങളുടെ തുകയാണ് 324 എന്ന് എഴുതുക. സം ഓഫ് ദി ഫസ്റ്റ് 12 ടേംസ് ഈസ് 324. ഇനി 19ാമത്തെ ബി ചോദ്യം ചെയ്യാം. ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എക്സാമിന് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓർ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ബി ചോദ്യം. Prove that the sum of any number of consecutive terms of the sequence 4, 12, 20, etc. starting from the first term is a perfect square. Write another arithmetic sequence such that the sum of any number of consecutive terms of the first term is always a perfect square. അതായത് 4, 12, 20 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കണം. രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് 4, 12, 20 എക്സെട്ര. ശ്രേണി 4, 12, 20 എക്സെട്ര ആണ്. ഇവിടെ ആദ്യത്തെ പദം തൊട്ട്, അതായത് ഫസ്റ്റ് ടേം തൊട്ട് എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. എത്ര ടേംസ് ആഡ് ചെയ്താലും സമ്മ് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് എൻ nth ടേം നമുക്ക് കാണാം. എക്സ് എൻ = എന്താണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. 12ൽ നിന്ന് 4 പോകുമ്പോൾ 8, 8 n. പിന്നെ ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് ഈ 8ൽ നിന്ന് എന്ത് ചെയ്തു? 4 കുറച്ചു. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. 8n - 4 അല്ലെങ്കിൽ dn + f - d വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് വരും. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. ഒന്നും കൂടെ പറയാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 12ൽ നിന്ന് 4 കുറച്ചപ്പോൾ 8 കിട്ടി. അതിൻ്റെ കൂടെ n എഴുതുക. ഇനി ഈ n നോക്കണ്ട. 8ൽ നിന്ന് എന്ത് കൂട്ടുകയാണ് കുറയ്ക്കുകയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഒന്നാമത്തെ പദം കിട്ടാൻ. ഒന്നാമത്തെ പദം ചെറുതല്ലേ, കുറച്ചാലല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ കുറയ്ക്കുന്ന സൈൻ ഇടുക. എത്ര കുറയ്ക്കണം? 8ൽ നിന്ന് എത്ര കുറച്ചാലാണ് 4 കിട്ടുന്നത്? 4. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പദങ്ങളുടെ തുക, സം ഓഫ് ദി ടേംസ്. SN ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ SN എങ്ങനെ കാണും? x1 എത്ര? എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ x1 കിട്ടുമല്ലോ. 8 × 1 - 4. x2 കാണണമെങ്കിലോ 8 × 2 - 4. x3 കാണണമെങ്കിൽ 8 × 3 - 4. x4 കാണണമെങ്കിൽ 8 × 4 - 4. ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇത് ഈ ടേംസിൻ്റെ എല്ലാം കൂടെ സമ്മാണ് നമുക്ക് വേണ്ടത്, തുകയാണ് വേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? SN കിട്ടും. ഇനി റൈറ്റ് സൈഡ് നോക്കിക്കുക. റൈറ്റ് സൈഡിൽ ഈ ഫസ്റ്റ് കിടക്കുന്നത്, അതായത് ഈ കിടക്കുന്നതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്ക്, എല്ലായിടത്തും കോമൺ 8 ഉണ്ട് അല്ലേ. പിന്നെ ഉള്ളത് കോമൺ ആയിട്ട് 8 പുറത്തുണ്ട്. ഈ 1 + 2 + 3 + 4 + എക്സെട്ര അല്ലേ. 1 + 2 + 3 + എക്സെട്ര അല്ലേ കിടക്കുന്നത്. എന്നിട്ട് മൈനസ് ഈ 4 എത്ര പ്രാവശ്യമുണ്ട്? n പ്രാവശ്യമുണ്ട്. അപ്പോൾ 4n എന്ന് എഴുതാമല്ലോ. ഇനി 8 × ഇതിൻ്റെ ആൻസർ എന്താ? n × n + 1/2 - 4n. ഈ 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 വരുമല്ലോ. അപ്പോൾ 4n × n + 1 - 4n എന്ന് വന്നില്ലേ. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് 4n × n 4n² + 4n × 1 എന്ന് പറയുന്ന 4n - 4n. അപ്പോൾ ഈ +4n -4n ക്യാൻസലായിട്ട് ബാക്കി എന്ത് വന്നു? 4n² എന്ന് വന്നു. എന്ത്? SN. SN = 4n² കിട്ടിയല്ലോ. ഇനി ഈ 4n² നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതണം അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 4ഉം അതിൽ പെടണം. അപ്പോൾ 2n² എന്ന് എഴുതാമല്ലോ 4n² ഇല്ലേ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയില്ലേ. = എ പെർഫെക്റ്റ് സ്ക്വയർ, ഒരു പൂർണ്ണവർഗം ആണ്.
ഇപ്പോൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതേപോലെ, അതായത് ഫസ്റ്റ് ടേം തൊട്ട് എത്ര പദങ്ങൾ ആഡ് ചെയ്താലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന വേറൊരു സീക്വൻസ്, വേറൊരു അരിത്മെറ്റിക് സീക്വൻസ്, ഇവിടെ 4, 12, 20 തന്നിട്ടുണ്ട്. അതുപോലത്തെ വേറൊരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് ഉണ്ടാക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആവുകയും വേണം, അതായത് ഒരു പൂർണ്ണവർഗം ആവുകയും വേണം. എന്നാൽ ഈ സീക്വൻസ് അല്ലാതെ വേറെ സീക്വൻസ് ഉണ്ടാക്കണം. ഇവിടെ xn = 8n - 4 അല്ലേ? അപ്പോൾ ഇതിനെ 4 കോമൺ ആക്കി എടുത്തിട്ട് 2n - 1 എന്ന് എഴുതാമല്ലോ അല്ലേ? ഈ 4 എന്ന് പറയുന്നത് 2² അല്ലേ? 2² × 2n - 1 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ അതേ നമുക്ക് സീക്വൻസ് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് സീക്വൻസ് എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി 2² പകരം നമുക്ക് പുതിയ സീക്വൻസ് വേണം, ന്യൂ സീക്വൻസ് വേണം. ആ ന്യൂ സീക്വൻസിൽ നമുക്ക് xnനെ പൂർണ്ണവർഗം ആകുകയും വേണം. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിളായി അല്ലേ? അതിന് പകരം 3² ഇട്ട് നമുക്ക് നോക്കാം. 3² × 2n - 1 എടുത്താലോ? അപ്പോൾ 3² എന്താ? 9 അല്ലേ? 9 × 2n - 1 എന്ന് എഴുതാമല്ലോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 9 2s are 18n - 9 എന്ന് കിട്ടിയില്ലേ? അപ്പം നമുക്കതൊരു സീക്വൻസ് ആക്കി എഴുതിയാലോ. x1 കാണണം. x1 = 18 × 1 18 - 9, അതായത് ആൻസർ 9 വന്നല്ലോ. x2 എടുത്താലോ. 18 × 2 - 9, അപ്പോൾ എത്ര വന്നു? 18 2s are 36 - 9 എന്ന് പറയുന്നത് 27. x3 18 × 3 - 9 = 54 - 9, അപ്പോൾ എത്ര വന്നു? 45. ഇതൊരു സീക്വൻസ് അല്ലേ? അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ത് കിട്ടി? 9 27 45 എക്സെട്ര. ഇവിടെയും ഇനി ഇതും ഇതിൻ്റെ സം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ nth ടേം എന്താണ്? 18n - 9. അപ്പോൾ ഇവിടെ Sn എന്ത് വരും? 18 × n എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ? ഞാൻ നേരത്തെ ഇങ്ങനെ താഴോട്ട് എഴുതി കാണിച്ച പോലെ. അപ്പോൾ n × n+1/2 -9 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9n വന്നു. ഇവിടെ 18/2 9 ആയി അല്ലേ? അപ്പോൾ 9n² ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ +9n - 9n. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയിട്ട് 9n² എന്ന് വന്നല്ലോ. ഇതിന് 3n² എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയില്ലേ? നേരത്തെ പോലെ 2n² പോലെ ഇവിടെ 3n². അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ സീക്വൻസ് ആണ് 9 27 45 എക്സെട്ര. ഇപ്പോൾ 2 ചോദ്യങ്ങളും എഴുതി പഠിക്കുക. അപ്പോൾ നമ്മളിവിടെ സെക്ഷൻ ഡിയും കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് സെക്ഷൻ ഇ ആണ് ഉള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.